ഇന്ന് വനിതാ ദിനം. തലസ്ഥാനം നഗരിൽ അതിജീവനത്തിനായി പോരാടുന്ന ഒരു സ്ത്രീയുടെ കഥയുണ്ട്. ഉപജീവനത്തിനായി സ്വന്തം നാട്ടിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെ വന്ന് തിരുവനന്തപുരത്തുകാരുടെ പ്രിയ ഭക്ഷണമായ ദോശയും രസവടയും പാകം ചെയ്ത് ജീവിത വഴി കണ്ടെത്തുകയാണ് UP സ്വദേശി നൂർജഹാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ നിന്നും തലസ്ഥാനത്തേക്ക് കുടിയേറി താമസിച്ച തിരുവനന്തപുരംകാരുടെ പ്രിയങ്കരിയായ നൂർജഹാൻ താത്ത. सब लोग बोलते हैं टेस्टी है, प्याज की चटनी भी है और बहुत ज़्यादा टेस्टी करके बोलते हैं. सारे लोग इधर ही आते हैं. 2004 കേരളത്തിലേക്ക് എത്തുമ്പോൾ നൂർജഹാൻ ചിന്തിച്ചിരുന്നില്ല ഇനിയൊരു മടക്കയാത്ര ഉണ്ടാകില്ലെന്ന്. 2009 തന്റെ ഭർത്താവിന് ഒരു അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് മറ്റു ജോലികൾ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ കൈകൾക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഒന്നും ചിന്തിച്ചില്ല. മക്കളെ വളർത്തണം, പഠിപ്പിക്കണം. അതിനായി തിരുവനന്തപുരംകാരുടെ പ്രിയ ഭക്ഷണമായ ദോശയും ചട്നിയും രസവടയും പപ്പടവുമൊക്കെ UP സ്റ്റൈലിൽ ഉണ്ടാക്കി നൽകി. വർഷമായി തലസ്ഥാനത്തെത്തിയിട്ട് തിരിച്ച് ഉത്തർപ്രദേശിലേക്ക് പോകാൻ നൂർജഹാൻ മടിക്കുന്നു. കേരളത്തിൽ സമാധാനമുണ്ടെന്നും ആരെയും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെന്നും സ്ത്രീകൾക്ക് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്ന മണ്ണാണ് കേരളമെന്നും ആത്മധൈര്യത്തോടെ അവർ പറഞ്ഞു വെക്കുന്നു. എനിക്ക് കേരളം നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ആൾക്കാരും കൊള്ളാം. പിന്നെ എനിക്ക് ഇവിടെ ജോലി ചെയ്യാനും ആയിട്ട് ഡെയിലി എനിക്ക് ഇതിന് കഴിവുണ്ട്. പിന്നെ ആൾക്കാർ വന്ന് നമ്മളെ സഹായിക്കും. എൻ്റെ കടയിലൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. കേരളം വിട്ടിട്ട് ഇനി ഞാൻ പോവില്ല. തലസ്ഥാനത്ത് പലയിടങ്ങളിലായി തട്ടുകടകൾ ഏറെയാണെങ്കിലും നൂർജഹാന്റെ UP സ്റ്റൈൽ ദോശ കഴിക്കാൻ പ്രദേശവാസികൾ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. ദോശ കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 4 ദോശ കഴിച്ചാൽ ഇവിടെ അതിനൊരു 2 കഴിച്ചാൽ മതി. 1 കഴിക്കുമ്പോഴേ നമ്മളെ വയറ് ഫുള്ളാവും. ഭാഷയും സംസ്കാരവും വ്യത്യാസമുണ്ടെങ്കിലും ആത്മാർത്ഥതയും അധ്വാനവും കൊണ്ട് തിരുവനന്തപുരംകാരുടെ മനസ്സിലേക്ക് നൂർജഹാൻ താത്ത ആഴത്തിൽ പതിഞ്ഞു. നൂർജഹാൻ താത്തയുടെ ചൂടുദോശയ്ക്കൊപ്പം മകൾ ജന്നത്തിന്റെ പാട്ടും കൂടി ചേരുമ്പോൾ ദോശയുടെ രുചി ഇരട്ടിയാകുന്നു. ചിലപ്പോൾ നമ്മൾ പരീക്ഷിക്കപ്പെടും. പക്ഷേ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു വെല്ലുവിളിയെയും മറികടക്കാമെന്ന് ഈ താത്ത നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് അകലെയാണെങ്കിലും അഭിമാനത്തോടെ പുതിയ ജീവിതം പടുത്തുയർത്തുന്ന ഈ സ്ത്രീ അനേകർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. കേരളത്തിൽ ജാതിയോ മതമോ ഇല്ലെന്നും സ്ത്രീകൾക്ക് ഏത് സമയവും ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണെന്നും നൂർജഹാൻ താത്ത പറയുന്നു. വേണ്ട പരിഗണന UPയിൽ ലഭിച്ചില്ലെങ്കിലും തലസ്ഥാനത്ത് താത്ത സ്റ്റാർ തന്നെ. ക്യാമറമാൻ രതീഷ് കട്ടേലോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.